കാലം ഒന്ന് നല്ലതാണ് എന്ന് പറഞ്ഞു വന്ന വഴിയിൽ ആ നല്ലതിൽ നിന്ന് ഉൽപ്പന്നമായ അസമത്വവും അധർമ്മവും ഏറുമ്പോൾ ജീവജാലങ്ങൾ ഒരുപാട് ഹനിക്കപ്പെടും. അളവറ്റ് ഹനിക്കപ്പെടുന്ന സമയത്ത് മുൻ കർമ്മങ്ങളാലാണ് ഹനിക്കപ്പെടുന്നതെങ്കിലും അതിനോടനുബന്ധിച്ച് മുൻ കർമ്മം ഇല്ലാത്തതിനെ ഹനിക്കാൻ വായ പൊളിക്കുമ്പോഴാണ് കാലം കളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചെടി അതിൻ്റെ പൂർവ്വ ഇതനുസരിച്ച് ഇത്ര കാലമേ നിൽക്കാവൂ. അപ്പോൾ നിങ്ങൾ വീട് വെച്ചു അത് വെട്ടിക്കളയുന്നു. അത് ചേർന്ന് വരുന്നതാണ്. ആ സമയത്തൊന്നും പ്രകൃതി ക്ഷോഭിക്കില്ല. പ്രകൃതിയിൽ നിലനിൽക്കേണ്ട ഒന്നിന് നേരെ അത് കഴിഞ്ഞ് കത്തി നീളുമ്പോൾ പ്രകൃതി ക്ഷോഭിക്കുകയും അയാൾ കത്തി വയ്ക്കാൻ മേലാതെ രോഗിയായിത്തീരുകയോ അയാളെ നിയന്ത്രിക്കാൻ ഒരുപറ്റം ആളുകൾ ആഹ്വാനവുമായി രംഗത്ത് വരികയോ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രസ്ഥാനങ്ങൾ ലോകത്ത് രൂപാന്തരപ്പെടുമ്പോൾ ആദ്യം അവ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ധർമ്മത്തെ ആധാരമാക്കി രൂപപ്പെടും. അപ്പോൾ പ്രകൃതി അനുകൂലിക്കും. അത് കഴിഞ്ഞ് അവർ രൂപപ്പെട്ട് ശക്തി പ്രാപിക്കുമ്പോൾ അതിനകത്തെ കോർ ഗ്രൂപ്പുകൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുമാറ് വളരും. അപ്പോൾ പ്രകൃതി ക്ഷോഭിക്കും. അത് തകർക്കാനുള്ളത് രൂപാന്തരം. അങ്ങനെ പ്രകൃതി നിരന്തരമായ തിരുത്തലിലൂടെയാണ് പോകുന്നത്. അതിൽ അത്ഭുതം തോന്നുക, ഇന്നലെ വരെ എതിർത്ത് നിൽക്കുന്നവൻ്റെ ബോധത്തിൽ വരെ പ്രകൃതി അത് മാറ്റിമറിക്കാൻ കളിക്കും. ഞാനും അങ്ങും ചേർന്ന് രൂപപ്പെടുത്തുകയും ഉണ്ടാക്കുകയും മറ്റുള്ളവരെ പറ്റിക്കാനൊരുങ്ങുകയും ചെയ്യുന്ന ഒന്നിൽ നിന്ന് പുറത്തുനിന്നൊരാൾ വന്നാൽ വിനാശകരമായ നമ്മുടെ കൂട്ടുകെട്ട് തകർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രകൃതി അങ്ങയുടെ അഹംബോധത്തിലും എൻ്റെ അഹംബോധത്തിലും വിള്ളലുണ്ടാക്കി നാം തമ്മിലേറ്റുമുട്ടി അനുഗുണമായ സൃഷ്ടി നടത്തും. ഇത് കാലപുരുഷൻ്റെ കളിയാണ്. പരസ്പര ശത്രുക്കളായി നിന്ന നമ്മൾ ഒരധർമ്മത്തിന് അപ്പുറവും ഇപ്പുറവും കൂട്ടുചേർന്ന് അതിനെ സഹായിച്ച് വളർത്തിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് നന്മയുണ്ടാകുമെന്ന് വിചാരിച്ച് നീങ്ങിയിട്ട് തെരുവിൽ തോരണ യുദ്ധങ്ങളും നടത്തി പോന്ന നമ്മൾ ഒരു ദിവസം രാവിലെ പ്രകൃതി പുരുഷൻ തീരുമാനിക്കുമ്പോൾ ഒന്നിച്ചു നിന്ന് നാം വളർത്തിക്കൊണ്ടുവന്നതിനെ തകർക്കാൻ രംഗത്തുകൂടും. ഇതൊക്കെ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ ശരിയാണോ എന്ന് ആദ്യം നോക്കുക. അല്ല എങ്കിൽ അനുഭവമല്ലാത്ത ശാസ്ത്രം പഠിച്ചിട്ട് കാര്യമില്ല.